അമ്മ ചേച്ചി ചേച്ചി ഇവിടെ ഇപ്പോൾ ഒന്നും വേണ്ട മോളെ, പോയിക്കോളൂ. അങ്ങനെ പറയല്ല ചേച്ചി. ദിവസവും ഇങ്ങനെ ഇവിടെ ഓരോരുത്തർ വന്ന് പോണതാ. ഇപ്പൊ ഒന്നും വേണ്ട മോളെ. വീട്ടിലേക്ക് ആവശ്യമായ കുറേ സാധനങ്ങളുണ്ട്, നല്ല വില കുറവുണ്ട്. കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും. ചേച്ചി ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി. ഇത് വാങ്ങാം അമ്മേ, കോൾഡ് ആകുമ്പോൾ ആവി പിടിക്കാൻ നല്ലതാ. ഇതിനെത്രയാ വില വരുന്നേ? 250. ഓ, ഇത്രയൊക്കെ വിലയുണ്ടോ ചായപ്പൊടിക്ക്? ഇതിനോ? അതൊരു സെറ്റാ, രണ്ടും കൂടി 450. രൂപയാണെങ്കിൽ എടുക്കാം. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല ചേച്ചി. 300 രൂപയ്ക്കാണെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ പറയല്ല ചേച്ചി, ഒരു 400 രൂപയെങ്കിലും. ഇന്ന് ഒരു ബിസിനസ്സും നടന്നിട്ടില്ല, ഇത് ആദ്യത്തേതാ. ആവശ്യമുണ്ടായിട്ടല്ല, എന്നാലും 300 രൂപയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട. ഇന്നലത്തെ പോലെ ഇന്നും ബാക്കിയുണ്ടോ? ഇല്ല, കുറച്ചൊക്കെ ചോദിക്കണ വിലയ്ക്ക് കൊടുത്ത് തീർത്തു. വെച്ചോണ്ടിരിക്കാൻ വയ്യല്ലോ. ആരുടെ കയ്യിലും കാശില്ല, പിന്നെ എല്ലാവരും വില പേശാനും തുടങ്ങി. പറയണേനെ പാതി വിലയ്ക്കാണ് ചോദിക്കണത്. ഈ വെയിലത്തുള്ള അലച്ചിൽ മാത്രം മിച്ചം. മോളെ, അച്ഛന് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. എന്താ മോളെ? വേണ്ട. കഴിച്ചോ മോളെ, എനിക്ക് എൻ്റെ ലച്ചും നീ ഒരുപോലെ. ചേച്ചിക്ക് കൊടുക്ക്. ദേച്ചി എന്നാ അച്ഛനും മോള് വേറെ ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ? അച്ഛ, ഇത് രണ്ടും നോക്കി 400 രൂപ പറയണേ. അമ്മ 300 രൂപയ്ക്ക് ചോദിച്ചു. മോളെ കയറിയിരുന്ന് കഴിക്ക്, ഇരിക്ക്. എവിടെയാണ് നിൻ്റെ വീട്? കല്ലൂര്. ഓ, കല്ലൂരാണോ? ചിലപ്പോൾ ഞാൻ മീനുമായി അവിടം വരെ വരാറുണ്ട്, 2ാം കല്ല് വരെ. എന്താ നിൻ്റെ പേര്? എലീന. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ജോലിയുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് 2 കയ്യും ഇല്ല. രണ്ടും അപ്പ വെട്ടിയെടുത്തതാ. ഓരോ വീടിൻ്റെ പടിവാതിലും എത്തി കൂക്കി വിളിക്കുമ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടാവും, ആരേലും ഇറങ്ങി വരുമെന്നും എന്തേലും വാങ്ങുമെന്നും. ആ പ്രതീക്ഷയാണ് മോളെ നിൻ്റെ അമ്മയുടെയും ഭക്ഷണം. ഓരോ വീട്ടിലും കയറി ഇറങ്ങുമ്പോഴുള്ള ഇവളുടെ പ്രതീക്ഷയും
മറ്റൊന്നാവില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി അല്ലാൻ ഞാനെങ്കിലും ഉണ്ട്. പക്ഷേ ഇവൾക്കോ? ഇവൾക്ക് ഇവൾ മാത്രമല്ലേ ഉള്ളൂ. ഇതിനെത്രയാ വില? 400. നീ നിൻ്റെ ശരിക്കുമുള്ള വില പറയടി വേണേ. അല്ല, അത് മതി. മടിക്കാതെ പറഞ്ഞ മോളെ. വില പേശുന്നവർക്ക് അറിയില്ലല്ലോ കത്തുന്ന വെയിലിൻ്റെ ചൂടിനെക്കുറിച്ചും അതിൽ നീ വിയർത്ത് നടന്ന ദൂരത്തെക്കുറിച്ചും. നീ പറഞ്ഞ മോളെ. 450. ഇത് മതി. ഐസ്ക്രീം ഇഷ്ടമാണോ? ഉം. പോകുന്ന വഴിക്ക് മോളൊരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചോ. ആ മോളെ ഒന്ന് നിന്നെ. ഇത് മോള് ഒരു കുട വാങ്ങിക്കണം. വെയിൽ കൊണ്ടുകൊണ്ട് ഉണക്കമത്തികളാകാൻ വിധിക്കപ്പെട്ട ജന്മങ്ങളാണ് നമ്മുടെയൊക്കെ. ആ മോളെ, കച്ചവടമൊന്നും ഇല്ലാത്ത ദിവസം മടിക്കാതെങ്കിൽ പോന്നേക്കണം. വാങ്ങാൻ പറ്റുന്ന എന്തേലുമൊക്കെ കാണില്ലേ നിന്റെ ബാഗിൽ? ഓരോ വീടുകളും കയറി ഇറങ്ങണ നിന്റെ മനസ്സ് മീൻ കച്ചവടക്കാരനായി എനിക്ക് വായിക്കാൻ കഴിയും. വില പേശുന്നവർക്ക് അറിയില്ലല്ലോ കത്തുന്ന വെയിലിൻ്റെ ചൂടിനെക്കുറിച്ചും അതിൽ നീ വിയർത്ത് നടന്ന ദൂരത്തെക്കുറിച്ചും. ചിരിയുടെ തിരമാലകൾ അലയുന്നു ഈ നെഞ്ചിൽ, നിന്ന് കത്തുന്ന കടലായി ഞാനെരി